ഹായ് ഹലോ നമസ്കാരം. അമൃതാസ് മൾട്ടിക്കോർട്ടിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ടേസ്റ്റി ആയിട്ടുള്ള ഒരു കണവ കബാബാണ്. ഇപ്പോൾ കണവയൊക്കെ സുലഭമായിട്ട് കിട്ടുന്നുണ്ട്. കുട്ടികൾ വെക്കേഷൻ ആസ്വദിക്കുകയാണ് വീട്ടിൽ. കുട്ടികൾക്കും അതുപോലെ വലിയവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു നല്ല കബാബാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ഒരു വലിയ സവാള പൊടിയായി മുറിച്ചത്, കുറച്ച് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, കറിവേപ്പില നുറുക്കിയത്, പുതിന ഇല, പച്ചമുളക് 2 എണ്ണം, കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ പച്ചമുളക് ഒഴിവാക്കാം. പിന്നെ ക്യാരറ്റ് 1 എണ്ണം പൊടിയായിട്ട് അരിഞ്ഞത്, ഒരു തക്കാളി മീഡിയം സൈസിലുള്ളത് ചെറുതായിട്ട് അരിഞ്ഞത്, ഇത്രയും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് കണവ കബാബ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. മറ്റൊരു പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് ഓട്സ് എടുത്ത് ചൂടാക്കുന്നുണ്ട്. ഇത് ബ്രെഡ് ക്രംസിന് പകരമാണ്. ബ്രെഡ് ക്രംസ് അല്ല ഞാനിതിൽ ഉപയോഗിക്കുന്നത്, പകരം ഓട്സ് ആണ്. ഓട്സ് ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ക്രിസ്പിനെസ് കിട്ടും, അതുകൊണ്ടാണ് ചൂടാക്കി എടുക്കുന്നത്. ബ്രെഡ് ക്രംസിന് പൊതുവേ തന്നെ നമ്മൾ ചൂടാക്കിയില്ലെങ്കിൽ തന്നെയും ഒരു ക്രിസ്പിനെസ് ഉണ്ട്. പക്ഷെ ഓട്സിന് അതില്ലാത്തതുകൊണ്ടാണ് ഒന്നും കൂടെ അത് ചൂടാക്കി എടുത്തിട്ട് ബ്ലെൻഡറിലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്ത് ഉപയോഗിക്കാൻ പോവുകയാണ് നമ്മൾ. ഓട്സ് ചൂടാകട്ടെ. നമ്മൾ കൈ തൊട്ട് നോക്കുന്ന സമയത്ത് ഒന്ന് പൊടിഞ്ഞു വരണം, അത്രയും പാകത്തിന് മതിയാകും. ഓട്സ് നന്നായി ചൂടായിട്ടുണ്ട്. നമുക്ക് തണുക്കാനായിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് അത് മാറ്റി വയ്ക്കാം. തണുത്ത് കഴിഞ്ഞിട്ട് ബ്ലെൻഡറിലിട്ടിട്ടൊന്ന് നന്നായിട്ട് പൊടിച്ചെടുത്ത് വയ്ക്കാം. നമ്മളെടുത്ത് വെച്ച കണവ നന്നായി വൃത്തിയാക്കി 2 അരിപ്പയിലായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഒന്ന് ഫില്ല് ചെയ്യാനുള്ളതും ഒന്ന് ചെറിയ ചെറിയ ഭാഗങ്ങൾ കട്ട് ചെയ്ത് കിട്ടുമ്പോൾ ഉള്ളതും. കടായി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് വെജിറ്റബിൾസ് ഒന്ന് വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. 1 ടീസ്പൂൺ വെളിച്ചെണ്ണ അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഓരോന്നായിട്ട് അതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ആദ്യം കറിവേപ്പിലയും പച്ചമുളകും ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാൻ ചെറുതായിട്ട്. തീ ഹൈയിൽ തന്നെ ഇരുന്നോട്ടെ, കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് സവാള എടുത്തു വെച്ചത് ചേർത്ത് കൊടുക്കാം. സവാള ഒരു കണ്ണാടി പരുവം ആകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. സവാള വഴന്നു വന്നിട്ടുണ്ട്. അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ബാക്കി വെജിറ്റബിൾസും കൂടി ചേർത്ത് കൊടുക്കാം. ക്യാരറ്റും ടൊമാറ്റോയും കൂടി ചേർക്കാം. വെജിറ്റബിൾസ് എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം നമുക്ക്. ഇതിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗ്രീൻ പീസ് കുറച്ച് വേവിച്ച് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി നമുക്കിപ്പോൾ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. അത് വെന്തതായതുകൊണ്ട് തന്നെ ഇപ്പോൾ ചേർത്താൽ മതിയാകും. ചെറുതായിട്ട് നുറുക്കി വെച്ചിട്ടുള്ളതാണ്, ഫുള്ളായിട്ട് ചേർക്കുന്നില്ല. അതൊരു 2.5 ടേബിൾ സ്പൂൺ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെജിറ്റബിൾസ് നമുക്ക് ആവശ്യമുള്ളത് ചേർക്കാം. ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ചത് വേണമെങ്കിൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചേർക്കാം. ഞാൻ അതൊന്നും ഇപ്പോൾ ചേർക്കുന്നില്ല. നന്നായിട്ടെല്ലാം കൂടി വഴറ്റിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് ബ്ലാക്ക് സോൾട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഒരു 1/2 ടീസ്പൂണോളം എടുത്തിട്ടുണ്ട്. മസാലയിലേക്കുള്ളതും പിന്നെ കണവ ഫില്ല് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് വേണം, അതുകൊണ്ട് ഒരല്പം കൂടുതലാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് വഴറ്റി. എന്നിട്ട് ഈ സമയത്ത് തന്നെ നമുക്ക് കണവ നേരത്തെ മാറ്റി വെച്ചിരുന്ന പീസസ്, ചെറിയ പീസസ് ഉണ്ടല്ലോ, അതും കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. കണവയ്ക്ക് ഒരുപാട് വേവില്ല, അതുകൊണ്ട് ഈ സമയത്ത് ചേർത്താൽ മതിയാകും. നന്നായിട്ട് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് അടച്ചു കൊടുത്ത് വേവിച്ചെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്യാം. വെള്ളം ഒന്നും ചേർക്കണ്ട. ഇങ്ങനെ വെച്ചിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഒരു 5 മിനിറ്റ് തന്നെ വെന്ത് കിട്ടും. മൂടി തുറന്ന് നോക്കാം വെന്തിട്ടുണ്ടോ എന്ന്. നന്നായിട്ട് വെന്തിട്ടുണ്ട് എല്ലാം. നല്ല പാകത്തിന് വെന്തിട്ടുണ്ട്. നമുക്കിനി കുറച്ച് മസാല ഇതിൽ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ചെറിയ 2 പിഞ്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഗരം മസാലപ്പൊടി. അത് ഇഷ്ടമില്ലാത്തവർക്ക് ഒഴിവാക്കാം കേട്ടോ. ഇത് ഗരം മസാലയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല ഫ്ലേവർഫുള്ളായിരിക്കും. അതും കൂടി ചേർത്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റാം. ഈ സമയത്ത് ഉപ്പ് മതിയൊന്നൊന്ന് ചെക്ക് ചെയ്യണം. നമ്മൾ വേറെ ഉപ്പൊന്നും ചേർക്കാൻ പോകുന്നില്ല, അതുകൊണ്ട് അതും കൂടെ നോക്കിയിട്ട് നിർത്താം.
വഴറ്റിയ മസാല ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഓരോ കണവ എടുത്തിട്ട് ആ മസാല ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. മസാല ഫില്ല് ചെയ്യുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കണം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ വാലിൻ്റെ അറ്റം തൊട്ട് മസാല ഫില്ല് ചെയ്യാണ്, മുകളിൽ വരെ ചെയ്യണ്ട, 1/4 ഭാഗം വരെ ചെയ്താൽ മതി. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റീം കയറ്റി എടുക്കേണ്ടതുണ്ട്. ഇതിനെ ഈ കണവ ഫില്ല് ചെയ്തിട്ട് സ്റ്റീമറിൽ വെച്ചിട്ട് സ്റ്റീം ചെയ്തെടുക്കുകയാണ്. ആ സമയത്ത് മസാല ഫുള്ളായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അത് ഒലിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് 1/4 ഭാഗം മാത്രം നിറച്ച് കൊടുത്താൽ മതി. നിറച്ചിട്ട് നോക്കാം. എല്ലാ കണവയും ഞാൻ നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റീമർ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതുപോലെ 1/4 ഭാഗത്തിനേ ചെയ്തിട്ടുള്ളൂ, ഫില്ല് ചെയ്തിട്ടുള്ളൂ ഫില്ലിങ്സ്. അതിനെ നിവർത്തി വെച്ച് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ ആവി കയറുന്ന സമയത്ത് കമഴ്ന്നോ മറ്റോ പോവുകയാണെന്നുണ്ടെങ്കിൽ ഉള്ളിലെ മസാല ഒലിച്ചു പോകും. അങ്ങനെ ഉണ്ടാകാതിരിക്കാനായിട്ട് ഇത് നേരെ തന്നെ ഇങ്ങനെ നിവർത്തി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു 5 മുതൽ 7 മിനിറ്റ് വരെ ആവി കയറിയാൽ മതി. കണവയ്ക്ക് അധികം വേവില്ല എന്ന് പറഞ്ഞല്ലോ. ഒരുപാട് വെന്ത് പോയി കഴിഞ്ഞാൽ റബ്ബർ പോലെ ആയിപ്പോവും. നമ്മൾ ഇടയ്ക്ക് തുറന്ന് നോക്കുക, വെന്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാറ്റാം. 5 മുതൽ 7 മിനിറ്റ് വരെ മാത്രമേ സമയം എടുക്കുന്നുള്ളൂ. കണവ നമ്മൾ വേവാൻ വെച്ചത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. കണ്ടോ, നല്ല വീർത്ത് വന്നിരിക്കുന്നു. ആ തലഭാഗം മാത്രം ഒന്ന് ചുരുങ്ങിയിട്ടുണ്ട്. അതിൽ മസാല ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ചുരുങ്ങിയിരിക്കുന്നത്. അങ്ങനെ തന്നെ വേണം. എല്ലാം നമുക്ക് സ്റ്റീമറിൽ നിന്ന് എടുത്ത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി എളുപ്പത്തിന് നമുക്ക് കബാബ് ഉണ്ടാക്കി എടുക്കാം. ഞാനൊരു കടായി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു പരന്ന കടായിയാണ്. അതിലേക്ക് കുറച്ച് എണ്ണ മതി. നമുക്ക് ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. കുറച്ച് എണ്ണ ചേർത്തിട്ട് ഈ കബാബ് ചേർത്ത് നമുക്ക് തിരിച്ചു മറിച്ച് വന്നിട്ട് മുരിച്ചെടുക്കേണ്ടതാണ്. അതിലേക്ക് കുറച്ച് എണ്ണ മാത്രമേ ചേർക്കുന്നുള്ളൂ. ഒരു ബൗളിൽ മുട്ടയുടെ വെള്ള നന്നായിട്ട് അടിച്ച് പതപ്പിച്ച് വെക്കാം. നമുക്ക് ഒരു മുട്ടയുടെ വെള്ളയാണ്. വേറൊരു പ്ലേറ്റിൽ നേരത്തെ നമ്മൾ ചൂടാക്കി പൊടിച്ച് വെച്ച ഓട്സിൻ്റെ പൊടി ഞാൻ വെച്ചിട്ടുണ്ട്. അത് രണ്ടും കൂടി എടുത്ത് വെക്കാം. ഇനി നമ്മൾ നിറച്ച് വെച്ച് വേവിച്ച് വെച്ചിരിക്കുന്ന കണവ ഓരോന്നായിട്ട് എടുത്തിട്ട് ആദ്യം മുട്ടവെള്ളയിൽ ഒന്ന് മുക്കിയെടുക്കാം. നന്നായിട്ട് കോട്ട് ചെയ്ത് കൊടുക്കാം മുട്ടവെള്ളയിൽ. അത് കഴിഞ്ഞ് ഓട്സിൻ്റെ ക്രംസിലൊന്ന് പൊതിഞ്ഞെടുക്കാം. ഗ്യാപ്പൊന്നും ഇല്ലാതെ നല്ല രീതിക്ക് പൊതിഞ്ഞെടുക്കാം. ചൂടായ എണ്ണയിലേക്ക് പതുക്കെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 4 എണ്ണം മാത്രമേ ഫ്രൈ ചെയ്യുന്നുള്ളൂ. അതിൻ്റെ കാരണം ഇപ്പോൾ ഉച്ച സമയമാണ്. അപ്പം കുട്ടികളൊക്കെ കഴിക്കണമെങ്കിൽ വൈകിട്ടാവും. ഞാനിപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി മാത്രം ആദ്യം ചെയ്യുകയാണ്. നമ്മൾ ഇതുപോലെ തന്നെ വേവിച്ച് കണവ മാറ്റി വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയെല്ലാം പെട്ടെന്ന് എടുത്തിട്ട് ആ സമയത്ത് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഒരു അരമണിക്കൂർ മുന്നേ വെളിയിൽ വെക്കണമെന്ന് മാത്രം. നമുക്ക് നന്നായിട്ട് ഈ കണവ കബാബ് ഫ്രൈ ചെയ്തെടുക്കാം. കണ്ടോ, കളറൊക്കെ നന്നായി മാറി വന്നിട്ടുണ്ട്. വേഗം തന്നെ മുരിഞ്ഞ് കിട്ടും. കണവ കബാബ് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. സോസ് കൂട്ടി കഴിക്കാം. നല്ല ചൂടായിട്ട് കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ്. ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റിയാണ്, എളുപ്പത്തിന് ചെയ്യാൻ പറ്റും. ഇതുപോലെ ഇനി അടുത്തൊരു വിഭവമായിട്ട് കാണുന്നവരെ നന്ദി, നമസ്കാരം.